പ്രശ്നങ്ങളിലിട്ട് നമ്മെ തല്ലി തല്ലി നമ്മുടെ ജീവിതത്തെ ഉടയ്ക്കുന്ന പ്രശ്നത്തിന്റെ കെട്ടുകളും ഇരുട്ടിന്റെ വ്യാപാരങ്ങളും വചനത്തിന്റെ മുമ്പിൽ ഒന്ന് ഉടഞ്ഞു മാറിയിട്ട് ദൈവ വിളിയുടെ പദ്ധതിയിലേക്ക് കയറാൻ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങളുടെ ചില ചലനങ്ങൾ നടന്നിരിക്കും. ഓ സ്തോത്രം. നിന്നെ പ്രശ്നങ്ങൾ കാണിച്ച് അതുമായിട്ട് യുദ്ധം ചെയ്ത് നിന്റെ യൗവനം തീർന്നു, നിന്റെ നല്ല യൗവനം തീർന്നു. നീ ഇന്ന് വാർദ്ധക്യത്തിലായിരിക്കുന്നു. എന്തൊക്കെയോ ചിലത് മാത്രം കണ്ട് കേട്ട് തീർക്കാനുള്ള പാഴ്ജന്മങ്ങളല്ല നമ്മൾ. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് പിശാച് ഒരു കല്ലെടുത്ത് കൊണ്ടുപോകുക. എന്നിട്ട് പറയുക, നിനക്ക് വിശക്കുന്നില്ലേ? ഓ, നീ പട്ടിണിയായിരുന്നല്ലോ, പെട്ടെന്ന് ഈ കല്ലിനെ അപ്പമായി ഭക്ഷിക്കൂ. യേശു പറഞ്ഞു, ഞാൻ 40 ദിവസം ഉപവസിച്ചും ആത്മശക്തി പ്രാപിച്ചത് അത് കല്ലിൽ തീർക്കാനല്ല, ഒരു ജനതയെ മുഴുവൻ, മാനവരാശിയെ മുഴുവൻ തകർക്കുന്ന ഇരുട്ടിന്റെ കെട്ടുകളെ പൊട്ടിക്കാനാണ് ഞാൻ പ്രാപിച്ച ആത്മശക്തി, ഞാൻ പ്രാപിച്ച ദൈവകൃപ. നിന്റെ ജീവിതത്തിന്റെ മുമ്പിലേക്ക് ചില കല്ലുകൾ കൊണ്ടിട്ട് നിന്റെ ജീവിതത്തിൽ നീ പ്രാപിച്ച അഭിഷേകത്തെയും അധികാരത്തെയും തകർക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ.